ഹലോ ഗായ്സ്, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഏകാദശിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അരിയാഹാരമൊന്നും കഴിക്കാതെയാണ് ഞങ്ങൾ നൊയമ്പ് നോറ്റത്. രാവിലെ തുളസി തീർത്ഥം കുടിച്ചിട്ട്. അപ്പോൾ ഇന്ന് ദ്വാദശിയാണ്. അപ്പോൾ ദ്വാദശിക്ക് നമ്മൾ തുളസി തീർത്ഥം അരിമണി ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അത് കുടിച്ചിട്ടാണ് നമ്മൾ കട്ടൻ കാപ്പി വരെ ഉണ്ടാക്കുള്ളൂ. അത് കഴിഞ്ഞ് ചായ ഉണ്ടാക്കി കുടിച്ചു. വെറും ചായ, ഒരു സിംഗിൾ ചായ മാത്രം കുടിച്ചു. അതിന് ശേഷം നമ്മൾ ഊണ് കഴിക്കുകയാണ് ചെയ്തത്. ചോറ് നേരത്തെ തന്നെ വെച്ചു വേവിച്ചു. ഇത് മത്തങ്ങ മുളകുഷിയാണ് കേട്ടോ. വെറുതെ മത്തങ്ങ വേവിക്കുക, ഒത്തിരി ഉപ്പിടുക, ഒത്തിരി കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങ മുളകുഷി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ ഇത്തിരി നല്ലോണം ഒഴിക്കണമെന്ന് മാത്രം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ച് ചോറിടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങളുടെ ഗുരുവായൂരും മിക്കവാറും എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. പലഹാരം ഉണ്ടാക്കില്ല. രാവിലെ തന്നെ ചോറാണ് കഴിക്കുന്നത്. ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറുണ്ടാക്കും. പിന്നെ തലേ ദിവസം ചേമ്പും മത്തങ്ങയും പിന്നെന്താ കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക എന്തെങ്കിലുമൊക്കെ ഇട്ട്, പിന്നെ നേന്ത്രക്കായ വേണമെങ്കിൽ നേന്ത്രക്കായ ഇടാം. അത് കൊണ്ട് നമ്മൾ മോരുകറി ഉണ്ടാക്കും. മോരൊഴിച്ച കൂട്ടാൻ ഞങ്ങൾ പറയും ഗുരുവായൂർ എല്ലാ വീട്ടിലും. പിന്നെ കൂർക്ക ഉപ്പേരിയാണ്, കൂർക്ക മെഴുക്ക് പറ്റി. പിന്നെ അതേമാതിരി ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ മുളക് പൊടി ഇടും. ഒരല്പം മുളക് പൊടി, പിങ്ക് കളർ കിട്ടിയാൽ മതി. മുളക് പൊടിയും ഉള്ളിയും, ചെറിയ ഉള്ളിയും കൂടിയിട്ട് ആദ്യം തേങ്ങ നന്നായിട്ട് അരച്ച്, ഒരുവിധം വല്ലാതെ അരയരുത്, അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് അവസാനം ഉള്ളി അധികം അരയാൻ പാടില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവം. ഞങ്ങൾ രാവിലെ തന്നെ ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി ഇത് ചോറുണ്ടാൻ പോവുകയാണ്. പക്ഷേ ഞാൻ ക്യാമറ വെച്ചത് ശരിയായില്ല കേട്ടോ. അത് വിളമ്പണ്ടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പിന്നെ അത് എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതാ കുറുക്കും മെഴുക്ക് വരട്ടിയുണ്ട്. പക്ഷേ വിളമ്പുന്ന ക്യാമറ തിരിഞ്ഞു പോയി, അതാണ് പറ്റിയത്. അപ്പോൾ സോറി. പിന്നെ ചമ്മന്തി ഞാൻ പറഞ്ഞില്ല, ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റ്. ഞങ്ങൾക്ക് ദോശയ്ക്ക് ഈ ചമ്മന്തിയാണ് ഏറ്റവും പ്രധാനം. ചട്നിയും കാട്ടും ഇഷ്ടം ഈ ചമ്മന്തിയാണ്. വെറുതെ തേങ്ങയുടെ കൂടെ ഉപ്പ്, പിന്നെ ഇത്തിരി മുളക് പൊടി മാത്രം മതി കേട്ടോ. പിന്നെ ഉള്ളിയും ചതച്ച്, വേറെ ഒന്നും ചേർക്കരുത്. ജീരകമൊന്നും ചേർക്കരുത് കേട്ടോ. ജീരകം ചേർത്താൽ വേറെ ടേസ്റ്റ് വരും. അത്രയാണ്. പിന്നെ അച്ചാറുണ്ട്. വടുകപ്പുളി അച്ചാർ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു ഗുരുവായൂരിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അച്ചാറുണ്ട്, തൈരുണ്ട്. അത് കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് വൈകി കഴിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ അങ്ങനെ ഞങ്ങളിതേ ഊണ് കഴിക്കാൻ പോവുകയാണ്. ഊണ് കഴിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ. താങ്ക് യു സോ മച്ച്.